Assalamu alaikum. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2 ദിവസം മുമ്പ് നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇട്ടൊരു ഷോർട്ട് വീഡിയോ മുഗ്രാൽ പുത്തൂർ പ്രദേശത്ത് നല്ലൊരു പ്രതികരണം ഉണ്ടാക്കി സൃഷ്ടിക്കാൻ കഴിഞ്ഞെന്നുള്ള നല്ല റിപ്പോർട്ടുകൾ കിട്ടി. ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിച്ചായിരുന്നു. ഒരുപാട് ആൾക്കാർ മെസ്സേജ് കാര്യങ്ങൾ അയച്ചായിരുന്നു. ഒരുപാട് ആൾക്കാർ ഫേസ്ബുക്കിലും കുറേ മെസ്സേജ്, വാട്സപ്പിലും കുറേ മെസ്സേജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ എന്താണ് ഇതെന്നുള്ള ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൺസ്ട്രക്റ്റീവായിട്ട് ഒരുപാട് ആൾക്കാർ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ചോദ്യങ്ങൾ അവർ ചോദിച്ചു, അവരുടെ ആശങ്കകൾ പങ്കുവെച്ചു, അവരുടെ നിർദ്ദേശങ്ങൾ കുറേ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ എടുത്തിട്ട് അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ശ്രമിക്കുന്നുള്ളത്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞ 2 ദിവസങ്ങളായി പ്രചരിപ്പിക്കുന്ന വീഡിയോ ഇറ്റ്സ് എ തോട്ട് പ്രൊവോക്കിംഗ് വീഡിയോ ആണ്. ഇത്തരം ഒരു ഭീകരമായ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ യാഥാർത്ഥ്യമാണോ എന്നുള്ളതാണ്. അതൊരു സത്യമാണ്. കാരണം വെച്ചാൽ കഴിഞ്ഞ 80 വർഷക്കാലത്ത് നമ്മൾ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 50,000-ത്തിലധികം കുട്ടികൾ പഠിച്ചിറങ്ങി എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ ഒരു സ്ഥാപനത്തിൽ നിന്ന് എത്ര കുട്ടികൾ ഉന്നതമായിട്ടുള്ള നിലവാരത്തിലെത്തി. നമ്മൾ ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷം പല ആൾക്കാരും ചോദിച്ചു, ഇന്നാൾ ഇന്നതായിട്ടില്ലേ. നമ്മൾ നോക്കാം, ഒരു ഡോക്ടർ മാത്രമേ നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ആയിട്ടുള്ളൂ. അപ്പോൾ ഈ 80 വർഷത്തെ ഇത്തരം ഒരു അവസ്ഥയാണെങ്കിൽ അത് വളരെ ഭീകരമാണ്. അപ്പോൾ അത് വളരെ ഒരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്, ഇതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അത് എങ്ങനെ നമ്മൾ ഇനിയും ആ ഒരു ചോദ്യം ഉയരാണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രസക്തി. അടുത്ത ചോദ്യം, ഇപ്പോൾ ഇത് അവതരിപ്പിക്കാനുണ്ടായ കാരണം എന്താണ്? അപ്പോൾ ഇത് വളരെ യാദൃശ്ചികമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുമ്പ് ഒരു 15 വർഷം മുമ്പ് നമ്മളെ പഠിപ്പിച്ച ഒരു അധ്യാപകനെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് 15 വർഷം മുമ്പ് അദ്ദേഹം നമ്മുടെ സ്കൂളിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാടും നമ്മുടെ നാടും ഏകദേശം വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സെയിം സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ 15 വർഷത്തിനുള്ളിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ നാട് വിദ്യാഭ്യാസപരമായിട്ട് വളരെ ഉന്നതിയിലെത്തി. പക്ഷെ നമ്മുടെ നാട് ഇപ്പോഴും 15 വർഷം മുമ്പത്തെ അതേ അവസ്ഥയിലാണ് എന്നുള്ളതാണ്. അപ്പം ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യചിഹ്നമാണ്, എന്തുകൊണ്ട് നമ്മൾക്കൊരു മാറ്റം സംഭവിച്ചില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു അവസരത്തിലാണ് നമ്മൾ ഇത്രയും പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു തന്നത്. ഇപ്പോൾ അത് മുഗ്രാൽ പുത്തൂറിന് പുറത്തുള്ള ഒരു സുഹൃത്തിൻ്റെ ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് നിങ്ങൾ മുഗ്രാൽ പുത്തൂർ സ്കൂളിനെ കുറിച്ച് സംസാരിക്കുന്നു? ഇത്ര വളരെ സിമ്പിളാണ്. കാരണം വെച്ചാൽ നമ്മൾ പഠിച്ച സ്കൂളാണ്, 12 വർഷം നമ്മൾ പഠിച്ച സ്കൂളാണ്, നമ്മൾ കളിച്ച് വളർന്ന സ്കൂളാണ്. നമ്മളാക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ച ഒരു ഇത് തന്നെയാണ്. നമ്മളെ കര പോലെ തന്നെ, നമ്മുടെ വീട് പോലെ തന്നെ ഏറ്റവും ഹൃദയബന്ധമുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ GHSS മുഗ്രാൽ പുത്തൂർ എന്ന് പറയുന്നത്. ഏകദേശം 12 കൊല്ലം നമ്മളെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു ബാല്യകാലത്തിൻ്റെ നല്ലൊരു സിംഹഭാഗം, അല്ലെങ്കിൽ ബാല്യകാലം മൊത്തം ആ സ്കൂളിലാണ് ഉള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു ഹൃദയബന്ധം നമ്മളെ മുഗ്രാൽ പുത്തൂർ സ്കൂളുമായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതേ അവസരത്തിൽ തന്നെ മുഗ്രാൽ പുത്തൂരിലെ മറ്റു 3 സ്കൂളുകളിൽ കൂടി നമ്മൾ സന്ദർശിച്ചു. അതായത് എരിയാല് കാവുകോളി സ്കൂള്, ബള്ളൂർ GP സ്കൂള്, കമ്പാർ, മുഗ്രാൽ പുത്തൂർ പഞ്ചായത്തിന് മൊത്തം കേന്ദ്രീകരിച്ചിട്ട് അവിടെ ഇൻഫ്രാസ്ട്രക്ചർ പരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സെയിം സിറ്റുവേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഇതിനേക്കാളും മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ്. അപ്പോൾ എല്ലാ സ്കൂളിനെയും നമ്മൾ ഉൾപ്പെടുത്തണം, അതിനെ അപ്ഗ്രേഡ് ചെയ്യണം. അതിൻ്റെ ആദ്യപടി എന്നുള്ളതിൽ നമുക്ക് മുഗ്രാൽ പുത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഇതൊരു സംശയമാണ്, എന്താണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ട് നിങ്ങൾ ലക്ഷ്യമിടുന്നത്? ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് വളരെ സിമ്പിളാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഇവിടെ ഗൾഫിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ ഏകദേശം പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു സംഭവമാണ് ഇനി വരുന്ന അനിയന്മാർക്ക് വളരെ നല്ല വിദ്യാഭ്യാസപരമായിട്ട് വളരെ ഉന്നത നിലവാരം വെക്കും എന്നുള്ളത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ് സംഭവിച്ചത്? നേരെ തിരിച്ചാണ്. ഇപ്പോൾ വരുന്ന കുട്ടികൾ അത്രത്തോളം സീരിയസ് അല്ല പഠിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ ഇത് മാറിയിട്ട് നമ്മളിപ്പോൾ അവിടെ 1752 കുട്ടികൾ പഠിക്കുന്നുണ്ട് 1 മുതൽ 12ാം ക്ലാസ്. ഈ എല്ലാ കുട്ടികളും വിദ്യാഭ്യാസപരമായി വളരെ മുന്നേറണം. ഓരോ വീട്ടിലും ഇതുപോലുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് പോലുള്ള ഉദ്യോഗാർത്ഥികൾ വളർന്നു വരണം. സമൂഹത്തിൻ്റെ മൊത്തമായിട്ടുള്ള
ഒരു ഭാവി തന്നെ മാറണം എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അതായത് ഒന്നുകൂടി പറഞ്ഞാല് 1752 കുട്ടികൾ പഠിക്കുന്നെന്ന് പറഞ്ഞാൽ ഏകദേശം 1500 മുതൽ 1700 വരെയുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, കുട്ടികളാണ്. അതേപോലെ തന്നെ ഭാവിയിലെ ഫാമിലീസ് ആണ് 1152 ഭാവിയിലെ ഫാമിലീസ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കൺസ്ട്രക്റ്റീവായിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് ഭാവിനെ തന്നെ മാറ്റിവെക്കും. മൊഗ്രാൽ പുത്തൂരിന് ഒരു സമ്പൂർണ്ണ വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മൾ തുടങ്ങേണ്ടത് ഒരു സാംസ്കാരിക നിലയം എന്ന നിലയ്ക്ക് മുഗ്രാൽ പുത്തൂർ സ്കൂൾ ചരിത്രമാണ്. മുഗ്രാൽ പുത്തൂർ സ്കൂൾ എന്ന് പറയുന്നത് മുഗ്രാൽ പുത്തൂരിൻ്റെ ചരിത്രം കൂടിയാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയാൽ ഡെഫിനറ്റ്ലി ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. അപ്പോൾ അതേപോലെ തന്നെ വേറൊന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സും +2 പഠിച്ച പല കുട്ടികളും ഇന്നും എഴുതാനും വായിക്കാനും പ്രാപ്തരല്ലാത്ത രീതിയിലാണ് കാണുന്നത് എന്നുള്ളതാണ് ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദികൾ അധ്യാപകരല്ലേ എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും അധ്യാപകർക്ക് അത് ഒരു വസ്തുതയാണ്. നമുക്ക് പിന്നെ ഇല്ല എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. അത് നമ്മൾ നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളാണ്. ആരെങ്കിലും നമ്മളെ നാട്ടിൽ നിന്ന് ആരെങ്കിലും ജോലിക്ക് വരുന്നുണ്ടെങ്കിൽ പരമാവധി കഴിയുന്ന രീതിയിൽ അവർക്ക് CV ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവർക്ക് മോക്ക് ഇന്റർവ്യൂ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഐഡിയ കൊടുക്കുന്ന കാര്യങ്ങൾ കഴിയുന്ന പരമാവധി നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ചിലപ്പോൾ ഇമെയിൽ ഡ്രാഫ്റ്റ് പോലും ചെയ്യാൻ അറിയാത്ത ആൾക്കാർ കുട്ടികളായിട്ട് ഗ്രാജുവേറ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ പറയണ്ട. അപ്പൊ ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും അധ്യാപകർ ഒഴിഞ്ഞു നിൽക്കാൻ, മാറി നിൽക്കാൻ, ഒഴിഞ്ഞു മാറാൻ അവർക്ക് പറ്റില്ല. പക്ഷേ ഇവിടെ നമ്മളൊരു പുതിയൊരു അധ്യായം തുടങ്ങുമ്പോൾ ഒരു ബ്ലെയിം അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒഴിവാക്കി പൊതുസമൂഹത്തിലുള്ള ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം പൊതുസമൂഹത്തിനുണ്ട്, പാരന്റ്സിനുണ്ട്, രക്ഷിതാക്കൾക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്വമുണ്ട്. അവരെത്രത്തോളം അവർ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചെന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതേപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവണമെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. അവർ മോട്ടിവേറ്റഡ് ആണ്. അവർക്കും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രാപ്തിയിൽ എത്തിക്കണമായിരുന്നു. അതും നമ്മൾ ഉത്തരവാദിത്തമായിരുന്നു. അപ്പോൾ ഒരുപാട് മേഖല എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആരും അത് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ സംഭവിച്ചത്. പക്ഷെ ഈ ഒരു അവസരത്തിൽ നമ്മൾ അത് മാറിയിട്ട് ഒരാളെ എന്തെന്ന് പറയുന്നത് ആക്ഷേപിക്കുന്നതിന് പകരം എല്ലാവരെയും കൂട്ടുത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തിട്ട് മുഗ്രാൽ പുത്തൂർ സ്കൂളിന് നല്ലൊരു ഭാവി ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. മുഗ്രാൽ പുത്തൂർ സ്കൂളിനെ തന്നെ ഫോക്കസ് ചെയ്ത് പറയുന്നത് പറ്റില്ല. ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ് ആൾക്കാരാണ് പഠിക്കുന്നത്. കുറച്ചൊക്കെ നമുക്ക് മാനേജ് ചെയ്യുന്ന ആൾക്കാർ, വിദ്യാഭ്യാസത്തെ കുട്ടികളുടെ ഭാവിയെ കുറിച്ച് കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ പ്രൈവറ്റ് സ്കൂളിന്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ആശ്രയിക്കുന്നത്. വേറൊരു കാര്യമുണ്ട്, നമുക്കറിയാം, നമുക്കത് അങ്ങനെ പറയാനും പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം ഒരു സുഹൃത്ത് ഏകദേശം 1500 dirhams സാലറി വാങ്ങുന്ന ഒരു 3 മക്കൾ പഠിക്കുന്നുണ്ട്. ഏകദേശം 25,000 രൂപ വാർഷിക ഫീസുള്ള സ്കൂളിലാണ്. ഏകദേശം 70. അവരെത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്, അവർ കൺസേൺ ആണ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട്. പക്ഷെ അവരെ മക്കൾക്കും അവർ ഇപ്പോൾ ആ ഒരു ഇത് മാറിയ സ്ഥിതിക്ക്, രക്ഷിതാക്കൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് നമ്മുടെ സ്കൂളിൽ തന്നെ ആ ഒരു സംവിധാനവും സെറ്റപ്പും ഉണ്ടാക്കിയാൽ ഇത് സമൂഹത്തിൽ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാകാൻ പറ്റും. ഒരു വാട്സപ്പ് മെസ്സേജ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷിതാക്കള് പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് കാണിക്കുന്ന ശുഷ്കാന്തി ഈ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന രക്ഷിതാക്കൾ കാണിക്കുന്നില്ല എന്നാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിലൊക്കെ മാറ്റം വരാന്ന് പറയുന്നത് ജസ്റ്റ് ചെറിയൊരു മാറ്റം എവിടെയോ മാറ്റിയത് കൊണ്ട് ഈ കംപ്ലീറ്റ് സിസ്റ്റം മാറാൻ പറ്റും. നമുക്ക് കംപ്ലീറ്റ് സിസ്റ്റം മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൃഹത്തായ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു ഇത് നമുക്ക് ആവശ്യം. എല്ലാ മേഖലയിൽ നിന്നും ഒരേപോലുള്ള ഒരു സപ്പോർട്ട് കിട്ടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് രക്ഷിതാക്കളിൽ നിന്ന്, പൊതുസമൂഹത്തിൽ നിന്ന്. പൊതുസമൂഹം രക്ഷിതാക്കളും നല്ലൊരു മാനസികാവസ്ഥ നിലനിർത്തിയാൽ, പൊതുബോധം ഉണ്ടാക്കിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ റിസൾട്ട് വരും. അതുപോലെ അധ്യാപകരെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 6 മാസം മുമ്പും ഞാൻ സ്കൂളിൽ പോയിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ നമ്മളൊരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലക്ക് പോയിട്ടാണ് അധ്യാപകരെ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണം ആശയം എന്ന് ചോദിക്കുമ്പോൾ അവർ വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് നമ്മുടെ സ്കൂളിൽ തന്നെ ഇപ്പൊ പഠിപ്പിച്ച അധ്യാപകർ തന്നെ രാഷ്ട്രപതി അവാർഡ് വരെ കിട്ടിയ അധ്യാപകരുണ്ടായിരുന്നു. ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകരുണ്ടായിരുന്നു. പക്ഷെ ആ അധ്യാപകർക്ക് നമ്മൾ പൊതുസമൂഹം നല്ലൊരു പിന്തുണ കൊടുത്തു എന്നുള്ളതാണ് നമ്മളൊരു ചർച്ച ചെയ്യേണ്ടത്. അത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ അധ്യാപകർ റെഡിയാണ്. അവര് ഡൈഹാർഡ് വർക്ക് ചെയ്തിട്ട് ഈ നാടിന്റെ ഫ്യൂച്ചർ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അവർ റെഡിയാണ്. അപ്പോൾ ഇതിന് കുറ്റപ്പെടുത്തൽ ഇനി വേണ്ട.
ഇനി നമ്മൾ ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ ഇതിൽ വേറെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ടാണ് നമ്മൾ സ്കൂളിനെ കുറിച്ചിട്ട് ഇത്ര വലിയൊരു ചർച്ച തന്നെ നടക്കുന്നത്. അപ്പൊ എന്ത് പിന്തുണയാണ് പ്രതീക്ഷിക്കുന്നത്? അതായത് ഇത് ആദ്യമായിട്ട് ഒരു ചർച്ച നടക്കുന്നുള്ളത് ഒരു വസ്തുതായിരിക്കാം. ഇത്ര വൈഡായിട്ട് ഒരു ചർച്ച നടക്കുന്നത് ആദ്യമായിരിക്കും. കാരണം ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ, ഒരുപാട് ആൾക്കാർ സ്വന്തം നിലക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഒരു പ്രൊഡക്റ്റീവായ നിലയിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇവിടുത്തെ പ്രവാസ സംഘടനകളെ ഉദ്ദേശിച്ചാണെങ്കിൽ അവർ ചിന്തിക്കുന്നുണ്ട്, അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അവർ ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം എത്തിപ്പെടുന്നു എന്നുള്ളതാണ് അതൊരു ക്വസ്റ്റ്യനാണ്. അപ്പൊ എന്ത് പിന്തുണ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞാൽ എല്ലാം പിന്തുണ കൊണ്ട് ഈ സംഭവങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഒരു 10 വർഷത്തേക്കുള്ള ഒരു വിഷൻ നമ്മൾ ഉണ്ടാക്കണം. ഒരു 10 വർഷത്തേക്ക് എങ്ങനെ സ്കൂൾ മാറണം, ഒരു 10 വർഷം കഴിയുമ്പോൾ എങ്ങനെ ആയിരിക്കണം നമ്മുടെ സ്കൂൾ, ആ രീതിയിലുള്ളത് ആദ്യം തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. അതിനനുസരിച്ച് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മളെ ഒരു കാഴ്ചപ്പാട്. പിന്തുണ എന്ന് പറയുന്നത് ഇനി പിന്നെ കേന്ദ്രീകൃതമായിട്ട് പറഞ്ഞെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ നമുക്ക് വേണ്ടി വരും. രാഷ്ട്രീയം പാടില്ല ഇതിൽ. രണ്ടാമതായിട്ട് പിന്നെ ക്ലബ്ബുകൾ, സാംസ്കാരിക പിന്നെ കേന്ദ്രങ്ങൾ. ക്ലബ്ബുകൾ സാംസ്കാരിക കേന്ദ്രങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഓരോ ക്ലബ്ബും വളരെ മികച്ച രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരെല്ലാം നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ പ്രവാസികൾ മുഗ്രാൽ പുത്തൂരിൽ ചിലപ്പോൾ നമ്മൾ പിന്നെ കണക്കെടുത്താൽ ഒരു വീട്ടിൽ നിന്ന് ഒരു പ്രവാസി പോലും ഇല്ലാത്ത വീട് ഉണ്ടാവുക എന്ന് പറയുന്നത് അസംഭവ്യമായിരിക്കും. അപ്പോൾ പ്രവാസ സംഘടനകൾക്കും ഒരുപാട് അവർ നല്ല ഒരുപാട് മികച്ച രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ട ആൾക്കാർ നല്ല രീതിയിൽ കോർപ്പറേറ്റ് ചെയ്തിട്ട് ഒരു കോർഡിനേറ്റ് ചെയ്തിട്ട് പ്രവർത്തിച്ചാൽ നമുക്കൊരു വിസ്മയം തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതിന് വേറെ അനുബന്ധമായിട്ട് ഒരു ചോദ്യം ചോദിച്ചു. പ്രവാസി എന്ന നിലയിൽ നിങ്ങൾ ചെയ്യുന്നതിൽ പരിമിതികളില്ല. സത്യം പറഞ്ഞാൽ പ്രവാസി എന്ന് പറഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ആണ്, ആനുകൂല്യങ്ങളാണുള്ളത്. കാരണം പ്രവാസി സംഘടനകൾ ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ ചെയ്യുന്നുണ്ട്, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെല്ലാം സംഘടിതമായിട്ട് നമ്മൾ പിന്നെ ഈ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്നിച്ചിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ മുഖച്ഛായ മാറ്റാൻ പറ്റും. അപ്പോൾ ഒരു സംഘടനയുടെ പേരെടുത്തിട്ട് പറയാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്നാലും പറയും. ഇപ്പോൾ KMCC ഫോർ എക്സാമ്പിൾ, KMCC എടുത്താൽ, അല്ലെങ്കിൽ മൂവാസ് എടുത്തെങ്കിൽ, അല്ലെങ്കിൽ EVCC പോലുള്ള ഇവരെടുത്താൽ, ഇവർ സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ബിയോണ്ട് അവർ ഇമാജിനേഷൻ. പക്ഷേ ഇതിനൊക്കെ ഒരു കോർഡിനേറ്റ് സെൻട്രലൈസ് ചെയ്താൽ, കോർഡിനേറ്റ് ചെയ്താൽ വരുന്ന റിസൾട്ട് വളരെ മികച്ചതായിരിക്കും. പിന്നെ വേറൊരു ചോദ്യം ചെയ്യുന്നു, പെട്ടെന്ന് ഇങ്ങനെ ഒരു പദ്ധതിയുമായി വരുന്നതിന്റെ ചേതു വികാരം എന്താണ്? പെട്ടെന്നല്ല നമ്മൾ വന്നത്. ഏകദേശം പഠിച്ചിട്ട് ഇറങ്ങിയ മുതലെല്ലാം നമ്മൾ ചിന്തിക്കുന്നുണ്ട്, പഠിക്കുമ്പോൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി തുടങ്ങി 2010-ലാണ് ഇപ്പൊ സംഘടിതമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കാൻ തുടങ്ങിയത് തന്നെ. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു നല്ലൊരു അവസരമാണ്. 1000 സ്കൂളിനെ, ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരു സ്കൂളിനെ അപ്ഗ്രേഡ് ചെയ്യാന്ന് പറയുന്ന ഗവൺമെന്റ് പ്രൊജക്റ്റ് ഉണ്ട്. ഗവൺമെന്റും അതേപോലെ തന്നെ ഈ ഓൾഡ് സ്റ്റുഡന്റ് അസോസിയേഷൻ പോലുള്ള സംഘടനകൾ രൂപീകരിച്ചിട്ട് പൊതുസമൂഹത്തിന്റെ പിന്തുണയോട് കൂടി തന്നെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നമ്മളെ ഈ പെട്ടെന്ന് വന്നതല്ല. ഈ സംഭവങ്ങളെല്ലാം വരുന്നത് കൊണ്ട് ഈ ഒരു അവസരത്തിൽ നിങ്ങളിലേക്ക് നമ്മൾ ആ ചോദ്യങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ചർച്ച ചെയ്യുന്ന ഏകദേശം 2010 മുതൽ തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, വേറൊരു നല്ലൊരു ചോദ്യമുണ്ട്. എന്താണ് പൊതുസമൂഹത്തിന്, നമ്മുടെ നാട്ടിലെ പൊതുസമൂഹത്തിന് കേട്ടോ, പൊതുസമൂഹത്തിന് വിദ്യാഭ്യാസത്തോടുള്ള സമീപനം? അത് വളരെ വലിയൊരു ചോദ്യമാണ്. അതിന്റെ ഉത്തരം ഒരു വലിയൊരു പിന്നെ തോട്ട് പ്രൊവോക്കിംഗ് തന്നെ പറയും. കാരണം വെച്ചാല് നമ്മളെടുത്താൽ നമുക്ക് എത്രത്തോളം നമ്മളെ പൗരസമൂഹം, പൊതുസമൂഹം, അല്ലെങ്കിൽ രക്ഷിതാക്കൾ, അല്ലെങ്കിൽ കുടുംബങ്ങൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നുണ്ടെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം വെച്ചാല് പിന്നെ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു കല്യാണം നടക്കുന്ന വെച്ചാൽ ഒരു പുരയിൽ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി കല്യാണം കഴിക്കുന്നുണ്ട്. ഏകദേശം 10 മുതൽ കുറഞ്ഞത് 15 ലക്ഷം വരെ റുപ്യ നമ്മൾ ചെലവാക്കും ഒരു 2 ദിവസത്തേക്ക് വേണ്ടി, 2 ദിവസത്തെ സെലിബ്രേഷൻ. തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. അതിൽ തന്നെ നമ്മളിപ്പോൾ എടുത്തെങ്കിലും മനസ്സിലാകും, ചിലപ്പോൾ ഒരു ദിവസത്തെ സാരി വാങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ്, ഒരു മംഗളത്തിന്റെ ഒരു ദിവസത്തേക്കുള്ള വാങ്ങുന്നത് 25 മുതൽ 50,000 റുപ്യ വരെയാണ്. അത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. അതായത് ഈ മിഡിൽ ക്ലാസ്സും ഇപ്പോൾ പൊതുസമൂഹം ഇൻക്ലൂഡിങ്
ഞങ്ങളുടെ നമ്മൾ ഉൾപ്പെടുന്നു. ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മൾ വ്യത്യസ്തമായിട്ടുണ്ടോ എന്നുള്ള നമ്മളൊരു ആത്മവിശ്വാസം നടത്തുക എല്ലാ ആൾക്കാർക്കും. ഇതേ ആൾക്കാർ വിദ്യാഭ്യാസത്തിന്റെ കാര്യം വന്നാൽ എത്രത്തോളം സ്പെൻഡ് ചെയ്യാൻ റെഡി ഉണ്ടാവും? തീർച്ചയായിട്ടും. അതായത് ഒരു മനസ്സിൽ കുത്തില്ലാതെ എത്രത്തോളം സ്പെൻഡ് ചെയ്യാനാണ് ഇതൊരു വലിയൊരു ചോദ്യമാണ്. നമ്മളൊരു ഫ്രണ്ടിന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഈ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് ചെലവഴിച്ച് ഏകദേശം 15 ലക്ഷം റുപ്യാണ്. പക്ഷെ ഇതേ സുഹൃത്തിന്റെ അനിയന് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു 50,000 ചോദിച്ചപ്പോൾ അവന് എന്നെ വിളിച്ച് ചോദിച്ചു എന്തിനു വെറുതെ കൊടുക്കണമെന്നുള്ളത്. കൊടുക്കാൻ തയ്യാറല്ല. കാരണം അവർ വിചാരിക്കുന്നത് വിദ്യാഭ്യാസത്തിന് പ്രസക്തി ഇല്ലെന്നൊക്കെ. അത് നമ്മളൊരു പൊതുബോധമാണ്. 10-15 ലക്ഷം റുപ്യ ഒരു 2 ദിവസത്തെ സെലിബ്രേഷന് വേണ്ടി ചെലവഴിക്കുന്ന നമ്മൾ ഒരു 50,000 റുപ്യ അവന്റെ ലൈഫ് നിർണ്ണയിക്കാൻ വേണ്ടി ചെലവഴിക്കാൻ തയ്യാറല്ല. അപ്പൊ ഈ ഒരു സമൂഹം പൊതുസമൂഹത്തിന്റെ ഈ ഒരു സമീപനം മാറേണ്ട. അതിന് വ്യക്തമായിട്ടുള്ള ബോധവൽക്കരണം, അവയർനെസ് നമ്മൾ സംഘടിപ്പിച്ചു. അതാണ് പറഞ്ഞത്, ഇതൊരു കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമായിരിക്കും. ആദ്യം തന്നെ ഈ ഒരു പൊതുബോധമാണ് മാറേണ്ടത്. ഈ 10-15 ലക്ഷം റുപ്യ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ചാൽ എന്ത് വലിയ മാറ്റങ്ങളുണ്ട്, എത്ര നല്ല ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും, അതൊരു സമൂഹത്തിനെ തന്നെ മാറ്റാൻ സഹായിക്കും. അതുപോലെ ഇപ്പൊ പറഞ്ഞത് ഈ കുറച്ചൊക്കെ കഴിയുന്ന ആൾക്കാർ ഇപ്പം പ്രൈവറ്റ് സ്കൂളിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ 2 കാര്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കേരള ഗവൺമെന്റിന്റെ പുതിയ IT, പുതിയ സ്കൂള് സ്മാർട്ട് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊജക്റ്റിൽ സെമിനാറിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും തോമസ് ഐസക് സാറൊക്കെയുള്ള പങ്കെടുത്ത ഒരു പരിപാടിയിൽ 2 ദിവസത്തെ ക്യാമ്പിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. യാദൃശ്ചികമായിട്ട് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയതാണ്. അതിൽ വളരെയധികം ഡിസ്കഷൻ നടന്നു. ഇത് നടത്തിയത് കോഴിക്കോട് നടക്കാവ് സ്കൂളാണ്, ഗവൺമെന്റ് സ്കൂളാണ്. അവിടെ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും അതൊരു ഇന്റർനാഷണൽ ലെവലിലാണ് ആ സ്കൂൾ ഉള്ളത്. തീർച്ചയായിട്ടും അത് ചെയ്തതും ഗവൺമെന്റ് അല്ല, അത് ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് പൊതുജനങ്ങളാണ് ചെയ്തത്. അവരാണ് ചെയ്തിട്ടുള്ളത്. ഷബാന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അവരും ഒരുപാടുള്ള സംഘടനകൾ അവരാണ് മെയിൻ ആയിട്ട് ഇതിൽ ചെയ്തത്. അപ്പൊ ഇതുപോലെ റെഡി ആയിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പൊ നമുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്ലാൻ ആക്കിയിട്ട് ചെയ്യാൻ ആൾക്കാർ, നേതൃത്വം നൽകാൻ ആളില്ല എന്നുള്ള അപര്യാപ്തതായിരിക്കും. അല്ലെങ്കിൽ പലപ്പോഴും വിഷൻ ഇല്ലാതെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, പാസ്സാകുന്നുണ്ട്, നല്ല റിസൾട്ട് ഉണ്ട് 90%. അത് ഗ്രേഡിംഗ് സംവിധാനം വന്നത് കൊണ്ടാണ് അങ്ങനെ റിസൾട്ട് കൂടുന്നുള്ളത്. മാത്രമല്ല അങ്ങനെയുള്ള ഒരു സ്വയം ആത്മതൃപ്തിപ്പെടുന്നതാണ്, നമ്മളൊരു ഫേക്ക് തൃപ്തി ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നതാണ് ആക്ച്വലി. അതേപോലെ തന്നെ വേറൊരു ചോദ്യം ചോദിച്ചെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗവൺമെന്റ് സ്കൂളിലെ അഡ്മിഷൻ വളരെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഇത് അഡ്മിഷൻ വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണോ നിങ്ങളുടെ ലക്ഷ്യം? യഥാർത്ഥത്തില് അതല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അഡ്മിഷൻ കുറഞ്ഞോട്ട് കൂടിക്കോട്ടെ. ഇപ്പൊ തന്നെ 1752 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ കുട്ടികളുടെ അക്കാഡമിക് നിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുക എന്നുള്ളതാണ്. ഇതാണ് സംഭവം. അക്കാഡമിക് നിലവാരം ഉയർത്തിയാൽ തന്നെ അഡ്മിഷൻ കൂടും. അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. അഡ്മിഷൻ കൂടണം. കാരണം വെച്ചാൽ ആൾക്കാർ 25-50 കൊടുത്തിട്ട് മറ്റേ പ്രൈവറ്റ് സ്കൂളിനെ ആശ്രയിക്കുന്ന മതിയാക്കിയിട്ട് അവർ കോൺഫിഡന്റ് ആയിട്ട് ഗവൺമെന്റ് സ്കൂളിനെ ആശ്രയിക്കാൻ അവർ വേണം. എന്തിനാണ് അവർ വെറുതെ പൈസ? അതിന് അക്കാഡമിക് നിലവാരം കൂടിയേ മതിയാവും. അപ്പൊ അതേപോലെ തന്നെ നമ്മളൊരു മാഷോട് സംസാരിക്കുമ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരള സ്കൂൾ എഡ്യൂക്കേഷൻ സിലബസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എഡ്യൂക്കേഷൻ സിലബസ് ആണ്. നമ്മൾ ഒരു റിപ്പോർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏറ്റവും വൈവിധ്യമായിട്ടുള്ള ഓരോ ആസൂത്രണം, ഓരോ പദ്ധതികളാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ നിൽക്കുന്നുള്ള ഒരു വിദ്യാർത്ഥിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് എഫക്റ്റീവായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല, എഫക്റ്റീവായിട്ട് അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പിന്നോക്കം പോകുന്നത്. ആ ഒരു മാറ്റം നമ്മൾ കാണും. അക്കാഡമിക് നിലവാരമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സ്കൂളിൽ കൊണ്ടുവരേണ്ട കാര്യം. അതായത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളതാണ്. കുട്ടികളെ അവരെ അഭിരുചിക്കനുസരിച്ചിട്ട് ചില കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ്, വേറൊരു ധാരണ കൂടി ഒരു പക്ഷെ നമ്മളെ നാട്ടിലുണ്ടായിരിക്കും. നമ്മളെ പിള്ളേർ പഠിച്ചിട്ട് എവിടേക്ക് എത്തുമെന്നുള്ള ഒരു ക്വസ്റ്റ്യന് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ പേരൻസിനുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ സത്യം പറഞ്ഞാൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ UAE അല്ലെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ എവിടെയായാലും, ഈവൻ ഷോപ്പിലാണെങ്കിലും ഇനി ഒരു കമ്പനിയിലാണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു അവസരം കിട്ടിയാൽ
അത് കിട്ടുന്നത് വരെ അവർക്ക് ടഫാണ്. പക്ഷെ അതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവർ എക്സലൻ്റ് ആണ്. അവരാ കാണിക്കുന്ന പ്രൊഡക്ടിവിറ്റി, അവരാ ഒരു ഡെഡിക്കേഷൻ, ആ ഒരു ക്വിക്ക് ലേണിംഗ്, ഇത് കമ്പാരിറ്റീവ്ലി മറ്റുള്ള പ്രദേശങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അവർക്ക് ആ ചെറുപ്പത്തിൽ തന്നെ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടി ഒരുക്കി കഴിഞ്ഞാൽ അവർ ഉന്നതമായിട്ടുള്ള നിലവാരത്തിൽ എത്തുന്നുള്ള ഇത് പാരൻസിനോടാണ് പറയുന്നത്. അതായത് നമ്മളെ കുട്ടികൾ കഴിവില്ലാത്തവരല്ല, അവർക്ക് എന്തോ സംതിങ് അതൊരു മോട്ടിവേഷന്റെ മിസ്സിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗൈഡൻസിന്റെ അഭാവമായിരിക്കും. ഇതും കൂടി കൊടുത്താൽ നിങ്ങളെ കുട്ടികൾ ഏറ്റവും നല്ല ഉദ്യോഗാർത്ഥികളായിരിക്കും. എഞ്ചിനീയറോ ഡോക്ടറോ IAS IPS ആർട്ടിസ്റ്റോ സിംഗേഴ്സോ ഡാൻസേഴ്സോ എന്ത് വേണം, അതായത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച, അവർക്ക് അഭിരുചിയുള്ള ടേസ്റ്റുള്ള ഒരു നിലയിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് നമ്മൾ കുട്ടികളെ വിശ്വസിക്കുക, അവർ ഏറ്റവും കഴിവുള്ള കുട്ടികളാണ്, അവരെ നർച്ചർ ചെയ്യേണ്ടത് നമ്മളെ കടമയാണ്. ഇതൊരു ചോദ്യമുണ്ട്, പണക്കാർ അവരുടെ മക്കളെ പ്രൈവറ്റ് സ്കൂളിലേക്ക് അയക്കുന്നത്, പണക്കാരാണ് അവരെ മക്കളെ പ്രൈവറ്റ് സ്കൂളിലേക്ക് അയക്കുന്നത്, പാവപ്പെട്ടവരല്ല ഗവൺമെന്റ് സ്കൂളിലേക്ക് വരുന്നതായിട്ട് ഉദ്ദേശിച്ചത്. അതങ്ങനെയല്ല, അത് പണക്കാർ മാത്രമല്ല, സാമ്പത്തികമായിട്ട് ചെറിയ ഒരു മുമ്പ് പറഞ്ഞ പോലെ ചെറിയൊരു സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു ആത്മീയ, പ്രത്യേകിച്ച് പ്രവാസികളെല്ലാം കുറെ കഷ്ടപ്പെടും. 1500 ദിർഹംസ് 1200 സാലറി ആണെങ്കിൽ പോലും അവർ നല്ലൊരു വിദ്യാഭ്യാസം കിട്ടണമെന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെ അവർ അയക്കുന്നുണ്ട്. കാരണം അവർ ഇന്റൻഷന് നല്ലൊരു വിദ്യാഭ്യാസം നമ്മൾ മക്കൾക്ക് കൊടുക്കണം എന്നുള്ളതാണ്. പണക്കാർ മാത്രമല്ല, സാധാരണക്കാരും അതിസാധാരണക്കാരുമായിട്ടുള്ള ആൾക്കാരും പ്രൈവറ്റ് അയക്കുന്നുണ്ട്. അവരെന്തുകൊണ്ട് അയക്കുന്നത് പറഞ്ഞാൽ നമ്മളെ ഒരു സിസ്റ്റം കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റം റെഡിയാക്കിയാൽ കൂടുതൽ ആൾക്കാർക്ക് മികച്ച വിദ്യാഭ്യാസം വളരെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, വേറൊരു ചോദ്യം, ഇത്തരം ഒരു വീഡിയോ അവതരിപ്പിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ എന്താ പറയുക, ഇതിൻ്റെ പിന്നിൽ നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ ഇതിന് മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുവരാം, എന്തൊക്കെയാണ് അതിൻ്റെ പോരായ്മകൾ, അപര്യാപ്തതകൾ എന്തൊക്കെയാണ്, അത് ഏതൊക്കെ മേഖലകളിൽ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പല രീതിയിൽ ചർച്ച ചെയ്യുകയായിരുന്നു. അതിനുവേണ്ടി തന്നെ പല അധ്യാപകരായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിട്ട് കുറേ ചർച്ചകൾ ചെയ്തതാണ്, സംസാരിച്ചിരുന്നു. അതേപോലെ തന്നെ നടക്കാവ് സ്കൂൾ വിസിറ്റ് ചെയ്തു. അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ, ആ ഒരു സ്റ്റാൻഡേർഡ് അതൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായി. ഇനി ഒരു നല്ലൊരു പദ്ധതി ഇപ്പോൾ തയ്യാറാക്കുക, അത് സമൂഹത്തിൽ അവതരിപ്പിക്കുക, അത് എല്ലാവരുടെയും കൂട്ടാശ്രമത്തോടു കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നത്. ഓക്കെ, അടുത്തത് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് സമരങ്ങളുടെ ഭാഗമായിരുന്നില്ലേ? തീർച്ചയായിട്ടും, അത് വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് നല്ലൊരു കാര്യം തന്നെയാണ്. അന്ന് തന്നെ നമ്മൾ പലപ്പോഴും സമരങ്ങളിൽ ചെയ്തത് അപര്യാപ്തത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്, അല്ലാതെ നമ്മൾ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അല്ല. പക്ഷെ അന്ന് നമ്മൾ ചെയ്ത രീതികളൊക്കെ പുനർചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വിമർശിക്കുന്ന സ്വാഗതം ചെയ്യുന്നുണ്ട്. രണ്ട് വിഷയമാണ്, അതായത് ഒന്ന് SSLC പഠിക്കുന്ന സമയത്ത് ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് ഫിസിക്സിനും കെമിസ്ട്രിക്ക് നമുക്ക് മാഷ്മാർ വന്നത്. പക്ഷെ അതൊന്നും പൊതുസമൂഹം അറിയില്ല, ഇപ്പോഴും അറിയുന്നില്ല. ഇപ്പൊ നമ്മുടെ സ്കൂളിൽ എത്ര അധ്യാപകരുണ്ട്, എത്ര ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഇത് അറിഞ്ഞാൽ മാത്രമേ അതിനെന്ത് റെമഡീസ് എടുക്കാൻ പറ്റൂ. അപ്പോൾ അതാണ് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതായത് ഈ ക്രിസ്മസ് വരെ സയൻസ് പഠിപ്പിക്കാൻ ആൾക്കാരില്ല. ഈ കുട്ടികൾ സയൻസിന്റെ ഫൗണ്ടേഷനാണ് അവിടെ, ആ കുട്ടികളാണ് അടുത്ത സയൻസ് സബ്ജക്റ്റ് എടുത്തിട്ട് +2 പഠിക്കേണ്ടത്. ഈ കുട്ടികളാണ് എഞ്ചിനീയറാണ്. എങ്ങനെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക? അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എന്താണ് മാഷിൻ്റെ, എന്തെല്ലാം മാഷില്ല, എത്രത്തോളം പിന്നെ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടെന്നുള്ളതൊന്നും നമുക്കൊരു വിവരമില്ല. പൊതുസമൂഹം എന്ന നിലക്ക് നമ്മളെന്തോ സ്കൂളിൽ മാറ്റി നിർത്തുന്നുണ്ട്. നമ്മളെ ഇപ്പോൾ ഒരു മുസ്ലിം സമുദായത്തിന് പറഞ്ഞെങ്കിൽ പറഞ്ഞാൽ പള്ളികൾ, മദ്രസ അല്ലെങ്കിൽ വേറെ മത ആണെങ്കിൽ പറഞ്ഞാൽ അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ചർച്ചുകൾ, ഇതിനോടൊക്കെ നമുക്ക് നല്ല ആത്മാർത്ഥത കാണിക്കും, മതപരമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒരു പൊതു സാംസ്കാരിക കേന്ദ്രമാണ്. ഉണ്ടാക്കുന്നത് അവിടെ നിന്നാണ്, ഒരു നാട് സൃഷ്ടിക്കപ്പെടുന്നത്, ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ഇവിടെയാണ്. അപ്പൊ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെയാണ്, അതായത് ഇത് മാറ്റി നിർത്തിയിട്ട് ഇത് നമ്മൾ അല്ല. അതേപോലെ തന്നെ ഞങ്ങൾക്ക് തോന്നിയ വേറൊരു കാര്യമാണ്, നമ്മളിപ്പോ മതപരമായിട്ട് സംസാരിക്കുമ്പോൾ മുത്താലിമികളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞത്, അതായത് വിദ്യാർത്ഥി എല്ലാവരും നമ്മൾ ചെയ്യുന്നുണ്ട്. മുത്താലിമികൾ നമ്മൾ നല്ല ബഹുമാനിക്കുന്നു. എന്താണ് മുത്താലിമികളുടെ അർത്ഥം? അതായത് ഇൽമ നേടുന്നവൻ, ശ്രമിക്കുന്നവൻ. ഇൽമ എന്ന് പറഞ്ഞാൽ അറിവ്,
അറിവെന്ന് പറഞ്ഞാൽ എഴുതാനും വായിക്കാനും മറ്റുള്ള സയൻസും സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ആ നിലക്കാണെങ്കിൽ നമ്മൾ ഓരോ വിദ്യാർത്ഥികളെ എത്രത്തോളം ബഹുമാനിക്കണം. തീർച്ചയായിട്ടും ആ ഒരു മാനസികാവസ്ഥയിൽ കൂടി നമ്മുടെ സമുദായം വളരേണ്ടതുണ്ട്. അതായത് ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥി കടന്നു വരുമ്പോൾ നമ്മൾ എണീറ്റ് നിന്നിട്ട് ആ മുത്താലിമിന് ആ സ്കൂൾ വിദ്യാർത്ഥിക്ക് സീറ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യം, ഒരു മാനസികാവസ്ഥ നമ്മൾ വളർത്തിയെടുക്കണം. എന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതിന് അവർക്കൊരു സെൽഫ് എസ്റ്റീം ഉണ്ടാവും, അവർ അംഗീകാരം തോന്നും, പിന്നെ അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ വളരാനുള്ള സ്വയം ഒരു മോട്ടിവേഷൻ ഉണ്ടാവും അവർക്ക്. വളരെ നല്ലൊരു പോയിന്റ് ആണ് അത് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട ഒരു കേസാണ്. അപ്പോ നമ്മൾ പണ്ട് സമരം ചെയ്തെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇപ്പോ അത് ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല. അല്ല, അത് വേറൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അത് ഇങ്ങനെ കുറച്ച് നമ്മളെന്ന സുഹൃത്തുക്കൾ ഇങ്ങനെ ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മൾ ചോദിക്കുന്ന ഒരു 80 ഇയേഴ്സിന്റെ നമ്മൾ ചരിത്രം പരിശോധിക്കാൻ വേണ്ടി പറയും. നമ്മൾ പഠിച്ച ആ സമയം, അതിന് മുമ്പും അതിന് ശേഷം എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മളെ സമയത്ത് ഏറ്റവും അഗ്രസീവായിട്ടൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അതിന് ശേഷം നമ്മൾ പ്രതീക്ഷിച്ച നല്ലൊരു വിദ്യാഭ്യാസ മുന്നേറ്റം ഉണ്ടാവുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി സ്കൂളിൽ സന്ദർശിച്ചിട്ടാകുമ്പോഴത്തേക്കും മാഷന്മാരോട് സത്യം പറഞ്ഞാൽ, അഭിപ്രായം ചോദിച്ചാൽ അവർ പറയുന്നത്, ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഇതെല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്നെ പഠിപ്പിച്ചൊരു മാഷ്, നമ്മളെ പഠിപ്പിച്ചൊരു മാഷ് പറഞ്ഞത്, മുജീബ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ആണം അങ്ങനെയുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അപ്പൊ ഇത് വലിയൊരു ചോദ്യമാണ്. ഇത് നമ്മൾ ഇങ്ങനൊരു ചോദ്യം ഇല്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് ചോദ്യത്തെ ഒന്നും ഒളിച്ചോടാൻ പറ്റില്ല. നമ്മ ഈ ഒരു ചോദ്യം ചോദിച്ചാൽ, ഈ ഒരു ആത്മപരിശോധന നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ ഈ ചോദ്യം നമ്മൾ തുറച്ചു നോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കണ്ണടച്ചെന്ന് പറഞ്ഞാൽ ചോദ്യം ഇല്ലാണ്ടാണ്. ഇരുട്ട് കണ്ണടച്ച് നമുക്ക് എത്രത്തോളം ഇരുട്ടാക്കാൻ പറ്റുമോ അതിന് കാര്യമില്ല. അതുകൊണ്ട് എല്ലാ ആൾക്കാരും, എല്ലാ ജനങ്ങളും, മുഗ്രാൽ പുത്തൂരുള്ള എല്ലാ പഞ്ചായത്തിലുള്ള ഓരോ വീട്ടുകാരും, ഓരോ രക്ഷിതാക്കളും, ഓരോ വിദ്യാർത്ഥികളും ഇതിന് ഭാഗമാക്കി സ്കൂളിന് ഒരു നല്ലൊരു ലെവലിലേക്ക്, ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് ഇതിന്റെ ക്വാളിറ്റി എഡ്യൂക്കേഷനും അക്കാഡമിക്കൽ 2-3 തരത്തിലുണ്ട്. ഫിസിക്കലായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അക്കാഡമിക്കൽ ക്വാളിറ്റി എഡ്യൂക്കേഷന്, സാംസ്കാരികമായിട്ടുള്ളത്, കായികപരമായിട്ടുള്ള എല്ലാ കാര്യത്തിലും ഒരു മികച്ച രീതിയിലാക്കി മാറ്റാൻ നമുക്ക് പറ്റണം. നമുക്ക് പറ്റും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത ഉറപ്പാണ്, പറ്റും. പിന്നെ അത് ചെയ്യാൻ നമ്മൾ തുനിഞ്ഞിറങ്ങണമെന്നാണ് പറയാനുള്ളത്. വേറൊരു റിലേറ്റഡ് എന്നൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഇതിന് പിന്നിൽ വലിയ അജണ്ടകൾ ഉണ്ടാകും? നിങ്ങൾക്കുള്ളത് ഉണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് വലിയൊരു ഒളിഞ്ഞും തെളിഞ്ഞിട്ടുള്ള ഒരു അജണ്ടയുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ പഠിച്ച ഒരു സ്കൂള്, മുഗ്രാൽ പുത്തൂർ സ്കൂള്, ഏകദേശം 50,000 കുട്ടികൾ പുറത്തിറങ്ങിയ സ്കൂള് ഒരു നല്ല രീതിയിൽ ഒരു ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് വളർന്ന് കാണണം. ആ ഒരു സെറ്റപ്പ് കാണണം എന്നുള്ള ഒരു വലിയ അജണ്ട നമുക്ക് ഇതിൻ്റെ പിന്നിലുണ്ട്. അതെല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഒരു സംരംഭം എല്ലാവരുടെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട് ഇത് എല്ലാവരും മുന്നിട്ടിറങ്ങിക്കൊണ്ട് ചെയ്യണമെന്നുള്ളതാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു PTA മീറ്റിംഗ് മറ്റും വിളിച്ചറിഞ്ഞാൽ പേരിന് മാത്രം ഒരു ചടങ്ങായിട്ട് കുറേ ആൾക്കാർ പോകുന്നു. അതൊക്കെ മാറിയിട്ട് എല്ലാവരുടെയും ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് നമ്മൾ GHSS മുഗ്രാൽ പുത്തൂർ വരണം. എല്ലാവർക്കും ഇടപഴകാനും എല്ലാ ആൾക്കാരും രാഷ്ട്രീയവും മതവും മറ്റുള്ള ചിന്തകളെല്ലാം മാറ്റിവെച്ച് വിദ്യാഭ്യാസ പുരോഗതി എന്നുള്ള ഒറ്റൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ എല്ലാ നാട്ടുകാരും ഒരു സെൻറ്ററാക്കി, ഒരു സാംസ്കാരിക കേന്ദ്രമാക്കിയിട്ട് ഇത് വളരണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം നമുക്കുണ്ട്. പക്ഷേ അത് നമുക്ക് വരുന്ന ആളുകളിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൺക്ലൂഡ് ചെയ്തതിൽ ഇത്രത്തോളം ചോദ്യങ്ങൾ നമുക്ക് സുഹൃത്തുക്കൾ വഴി കിട്ടിയതാണ്. അപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും മറുപടി കൊടുത്തിട്ടുണ്ട്. പേഴ്സണലായിട്ട് എന്തെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടാകുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യാൻ നമുക്ക് തോന്നി. അപ്പോൾ ഇപ്പം എല്ലാവരോടും കൂടി പറയാനുള്ളത്, ഇപ്പോൾ സോഫാർ നമ്മളേതായാലും തുനിഞ്ഞിറങ്ങിയിട്ടുള്ളതാണ്. ഇൻഷാ അല്ലാഹ് 10 വർഷമായി ഇപ്പോൾ പ്രവാസികളായിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ഇതേമാതിരി പിന്നെ ഇവിടെ നിന്നിട്ട് അവിടെ നോക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും നമ്മൾ സ്കൂളിൽ ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റിയെടുക്കണം എന്ന് തീരുമാനിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഓരോരുത്തരും നിങ്ങൾ മുന്നോട്ട് വരണം. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ചെയ്യണം. ഒത്തൊരുമിച്ചിട്ട് ഒരു വിഭാഗീയത ഇല്ലാതെ, ഒരു ജാതീയ രാഷ്ട്രീയ മത ഒരു ചിന്തകളും വിഭാഗീയത വരാതെ വിധത്തിൽ ഒരു വിദ്യാഭ്യാസം മാത്രം
വിദ്യാഭ്യാസ പുരോഗതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ പിന്നെ എല്ലാവരും ഇറങ്ങണം. അതേപോലെ രക്ഷിതാക്കൾ ഓരോ ആൾക്കാരോടും പറയാനുള്ളത്, നമ്മളെ കുട്ടികൾ അവർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് ഏറ്റവും നല്ല വിദ്യാഭ്യാസമാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ സ്കൂളിൽ തന്നെ നമ്മൾ പഠിച്ചൊരു സ്കൂളുണ്ട്, പിന്നെ അവിടെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, പിന്നെ ആരും പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിൽ നമ്മൾ കുറച്ച് ഉത്തരവാദിത്വം കൂടി ഇട്ടാല് അധ്യാപകരും കൂടിയാണ് നമ്മൾ അധ്യാപകരെ കുറിച്ച് അതും കൂടി പറയണം. പിന്നെ പ്രൈവറ്റ് സ്കൂളിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഹൈലി എക്സ്പീരിയൻസ് ആയിട്ടുള്ള, ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള അധ്യാപകരാണ് അവിടെ ഉള്ളത്. അവർക്കൊരു ചെറിയൊരു സപ്പോർട്ട് കൊടുത്താൽ തന്നെ അവർ നമ്മളെ കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അത് നമ്മൾ പരമാവധി ഉപയോഗിക്കണം. അത് ഉപയോഗിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു കാർ വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മാല വാങ്ങിക്കൊടുക്കുക, ഒരു കല്യാണത്തിന് കുറേ പൊന്നു വാങ്ങിക്കൊടുക്കുക അല്ല നമ്മുടെ ലക്ഷ്യമായിരിക്കും. നമുക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ആ ഒരു സമ്മാനമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഓരോ ആൾക്കാരും മുന്നിട്ടിറങ്ങണമെന്നും ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാവണമെന്നും. അതേപോലെ ആരും വിദ്യാഭ്യാസം ഇപ്പോൾ പാരൻസിൻ്റെ ഇപ്പോൾ പെണ്ണുങ്ങളായിട്ട് ഞാൻ പിന്നെ സംഭവിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് പിന്നെ ഞങ്ങൾക്ക് പഠിച്ചിട്ടില്ലല്ലോ, നമുക്ക് വിദ്യാഭ്യാസം ഇല്ല, അതുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആക്ച്വലി അതൊരു വിഷയമല്ല. ഈ പഠിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ പിന്തുണ ഉണ്ടെങ്കിൽ, പിന്നെ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, വിദ്യാർത്ഥികൾ റെഡി ആണെങ്കിൽ അധ്യാപകൻ പ്രത്യക്ഷപ്പെടും, ചൈനീസ് പവർ. അപ്പോൾ അതുപോലെ നിങ്ങൾ റെഡി ആണെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പം ഞങ്ങളും ഇൻഷാ അല്ലാഹ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. ഞങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ എന്താണോ നിങ്ങൾ അപര്യാപ്തമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതിൽ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും ഓപ്പണായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കുവെക്കാം. എങ്ങനെ നിങ്ങളെ മക്കളെ, നിങ്ങൾക്കിപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ 2 കുട്ടിയാണ്, എങ്ങനെ അവർ മികച്ച രീതിയിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുക. അത് നമ്മൾ ചെയ്തു തരാം. നമ്മളെ നാടിന് അടുത്തൊരു തലമുറന് ഒരു ഒരു വിദ്യാഭ്യാസ വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോ വീട്ടുകാരും ഓരോ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളും ഓരോ ഉമ്മമാരും ഓരോ ഉപ്പമാരും തയ്യാറാണ് എന്നാണ് ഒരു അപേക്ഷയുള്ളത്. അതേപോലെ തന്നെ നമ്മളെ ഈ പ്രവാസി സുഹൃത്തുക്കൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിലെല്ലാം കൂടി ഏറ്റവും പ്രാമുഖ്യത്തോടു കൂടി ഈ ഒരു സംരംഭം, അതായത് നമ്മളെ പൊതുവിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിനെ ഒരു ഉന്നത നിലവാരത്തിലെത്തിക്കാൻ വേണ്ടി എല്ലാവിധ പിന്തുണയും നമ്മൾ ഇടുന്നു ചെയ്യണം എന്നുള്ളതാണ് നമ്മളെ വേറൊരു റിക്വസ്റ്റ്. നമ്മൾക്കാണ്, പ്രവാസികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഇടപെടാൻ പറ്റുക, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക. അതും കൂടി മനസ്സിലാക്കിയിട്ട് കൊണ്ട് ഒരു നല്ല ഒരു ജാരിയ സദഖ എന്നുള്ള രീതിയിലുണ്ട്. കാരണം വെച്ചാൽ 1152 കുടുംബങ്ങളെയാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. ആ ഒരു ഇമ്പോർട്ടൻ്റ്, ആ ഒരു നീയത്തോടു കൂടി തന്നെ നമ്മൾ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കണം എന്നുള്ളത് കൂടി നമ്മളോട് അറിയിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ലക്ഷ്യം ഇൻഷാ അല്ലാഹ് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുന്ന, ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മൂല്യങ്ങളുള്ള, സാംസ്കാരിക മൂല്യങ്ങളുള്ള ഒരു പഞ്ചായത്തിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് മുഗ്രാൽ പുത്തൂർ. ഇതിൻ്റെ തുടക്കം നമ്മൾ GHSS മുഗ്രാൽ പുത്തൂരിലാണ് തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹകരിക്കുക, സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അസ്സലാമു അലൈക്കും.